ഈ ഭൂമിയിൽ ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ പരലോകത്തെങ്കിലും ഒന്നിക്കാം. മലപ്പുറം മഞ്ചേരി ആമയൂരിലെ സജീറും ഷൈമയും സ്വപ്നം കണ്ട ജീവിതം ആരൊക്കെയോ തട്ടിത്തെറിപ്പിച്ചു. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലുള്ള പ്രണയമാണ്. വീട്ടുകാർ എതിർത്തിട്ടും പരസ്പരം പിരിയാൻ കഴിയാത്ത ബന്ധം. അങ്ങനെ 18-ാം വയസ്സിൽ ഷൈമയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ വീട്ടുകാർ തീരുമാനിക്കുന്നു. സജീറിനെ വേർപിരിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ഷൈമ ജീവനൊടുക്കിയത്. തൊട്ടു പിന്നാലെ തൻ്റെ പ്രിയപ്പെട്ടവളില്ലാത്ത ലോകത്ത് നിന്ന് സജീറും യാത്രയായിരിക്കുന്നു. ആരാണിവരെ മരണത്തിലേക്ക് തള്ളിവിട്ടത്? എന്തിനാണ് ആ പ്രണയത്തെ എതിർത്തത്? മറുപടി പറയേണ്ടത് ബന്ധുക്കൾ തന്നെയാണ്. അവർ ഇപ്പോൾ മറ്റൊരു ലോകത്ത് ഒരുമിച്ചിട്ടുണ്ടാകും. അങ്ങനെ മാത്രമേ വേദനയോടെ സജീറിന്റെ മരണത്തെക്കുറിച്ച് നാട്ടിലെ ഏതൊരാളും പറയൂ. ഷൈമ മരിച്ച സമയം മുതൽ സജീവും സ്വയം ജീവനൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ എടവണ്ണ പുകമണ്ണയിലാണ് തൂങ്ങിമരിച്ച നിലയിൽ സജീറിനെ കണ്ടെത്തിയത്. ചികിത്സയിലായിരുന്ന സജീർ കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ആരുമറിയാതെ പോയി. തുടർന്ന് വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സജീറിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇഷ്ടമില്ലാത്ത വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് ഈ മാസം 3-നാണ് ഷൈമ സിനിവർ വീട്ടിൽ തൂങ്ങി മരിച്ചത്. വിവാഹ ചടങ്ങുകൾ അടുത്ത ദിവസം നടക്കാനിരിക്കെയായിരുന്നു ഷൈമയുടെ മരണം. വിവാഹത്തിന് ഷൈമയ്ക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഷൈമ മരിച്ചതറിഞ്ഞ് അന്ന് തന്നെ സജീർ കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ സജീർ മരുന്ന് അമിതമായ അളവിൽ കഴിച്ചും ശുചീകരണ ലോഷൻ കുടിച്ചും ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിന്റെ ചികിത്സകൾ പുരോഗമിക്കുമ്പോഴാണ് സജീർ മെഡിക്കൽ കോളേജിൽ നിന്നും ആരോടും പറയാതെ ഇറങ്ങിപ്പോയത്. തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ മഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിരുന്നു. സജീറിനായി അന്വേഷണവും തെരച്ചിലും നടക്കുമ്പോഴാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കും മുമ്പ് ഇരുവരും ഒന്നിച്ചുള്ള ചിത്രം സജീർ സമൂഹമാധ്യമത്തിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. എന്റെ മാലാഖ എന്ന ഒറ്റവരിക്കൊപ്പമാണ് വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഇരുവരും നിൽക്കുന്ന ചിത്രം സജീർ പോസ്റ്റ് ചെയ്തത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ന്യൂസ് 18 മലപ്പുറം.